ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിട്ടാണ്. ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ഉച്ച മുതലുള്ളതാണ് കേട്ടോ. ഏകദേശം ഒരു 12:30ക്ക് ശേഷമാണ് ഞാൻ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വന്നത്. അപ്പോൾ ഒബ്വിയസ്ലി കിച്ചണിൽ വന്ന ഉടനെ തന്നെ ഫസ്റ്റ് പരിപാടി എന്ന് വെച്ചാൽ ഫ്രീസറിന് സംഭവങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ചിക്കൻ കറി വെക്കാമെന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചു. പിന്നെ അതുപോലെ തന്നെ ഞാൻ വെജിറ്റബിൾസ് ഇതുപോലെ ഉപ്പേരിക്കൊക്കെ ഉള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. ഇത് പറഞ്ഞാൽ നമുക്ക് ജോലികളൊക്കെ ഭയങ്കര ഈസി ആവുകയും ചെയ്യും, ടൈം കൺസ്യൂമിങ് ആണ്. അതുമാത്രമല്ല, എനിക്ക് ഒരുപാട് നേരം ഇങ്ങനെ കുക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ കൂടെ ഒരുപാട് ടൈം കിച്ചണിൽ ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് വലിയ താല്പര്യമില്ലാത്ത ആളാണ് കേട്ടോ. എനിക്ക് പെട്ടെന്ന് പണി കഴിച്ച് കിച്ചണിൽ പുറത്ത് ചാടണം, ആ ഒരു മൈൻഡ് സെറ്റാണ് എനിക്ക്. അപ്പം ഞാനിങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. ഒരുപാട് കാലത്തേക്കൊന്നും സ്റ്റോക്ക് ചെയ്ത് വെക്കല്ലേ, മാക്സിമം ഒരു 1 വീക്ക് അല്ലെങ്കിൽ 9-10 ഡേയ്സൊക്കെ മാക്സിമം ഉണ്ടാവുള്ളൂ. അത്രയും ദിവസം അത് അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ അതിൽ കൂടുതലായാലും എന്താണെന്ന് എനിക്കറിയില്ല, മേ ബി പ്രശ്നമൊന്നും ഉണ്ടാവില്ലായിരിക്കും, ഫ്രീസറില്ലേ. പിന്നെന്താ, ചിക്കന്, മീറ്റ്, ഫിഷൊക്കെ ഞാൻ ഇതുപോലെ ആട്ടോ പിന്നെ സ്റ്റോർ ചെയ്യാറുള്ളത്. പിന്നെ ഞാൻ ഈ പറഞ്ഞതൊക്കെ ഓരോരുത്തർ താല്പര്യമാണ് കേട്ടോ. ചില ആൾക്കാർക്ക് അപ്പം തന്നെ കട്ട് ചെയ്ത് ഫ്രഷായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ ഇഷ്ടം. പിന്നെ അതുപോലെ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാകുമല്ലോ. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഒരു വീക്കെൻഡിൽ ഒരു ദിവസത്തിന് വേണ്ടി മെനക്കെട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ബാക്കി ദിവസങ്ങളൊക്കെ ഭയങ്കര എന്താ പറയുക, എളുപ്പത്തിൽ പണിയൊക്കെ കഴിയുമല്ലോ. ഏകദേശം ഒരു 30-45 മിനിറ്റ് കൊണ്ടൊക്കെ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ കഴിയുന്നുണ്ട് കേട്ടോ, ഞാനിങ്ങനെ റെഡിയാക്കി വെക്കുന്നത് കാരണം. ഇതൊന്നും 100% എപ്പോഴും എൻ്റെ ഇതിൽ ആപ്ലിക്കബിൾ ഒന്നും അല്ല കേട്ടോ, എല്ലാതും ഉണ്ടാവാറുണ്ട്. പക്ഷെ മാക്സിമം ഞാൻ ഇങ്ങനെ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ ഇവിടെ വാങ്ങുന്ന അരിയാണിത് കേട്ടോ, കതിറിൻ്റെ പൊന്നി ബോയിൽഡ് റൈസ് ആട്ടോ ഞങ്ങൾ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അരിയൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോട്ടിൽ. ഇവിടെ കിട്ടുന്ന ഒരു ജ്യൂസിൻ്റെ ബോട്ടിലാണ്. എനിക്ക് ഭയങ്കര കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് കാരണം ഞാൻ അതാട്ടോ ചെയ്യുക, അതിലാണ് സ്റ്റോർ ചെയ്ത് വെക്കാറുള്ളത്. അപ്പോൾ അതിലേക്ക് റിഫിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ മൗത്തായത് കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഭയങ്കര കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പുറത്തേക്ക് പോകും, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാനൊരു ബോട്ടിലിൻ്റെ ഇതിങ്ങനെ എന്താ പറയുക മുറിച്ചിട്ട് ഒരു ഫണൽ മാതിരി ആക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ അരിയൊക്കെ ഇടാനുള്ള ഫണലാണ് കേട്ടോ. ഭയങ്കര നല്ലൊരു ഹാക്കാണിത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇടാനൊക്കെ ഉണ്ടെങ്കിൽ. അങ്ങനെ വാചകടിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഞാൻ ചോറിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. വെള്ളമൊക്കെ തിളയ്ക്കാൻ വെച്ചു, അരിയൊക്കെ വാഷ് ചെയ്തിട്ടു കേട്ടോ. ഇന്ന് ആദ്യം തന്നെ ഉപ്പേരി ഉണ്ടാക്കുന്ന കാരണം വെച്ചാൽ ചിക്കൻ്റെ ഫ്രീസർ എന്താ പറയുക ഐസ് പോയിട്ടില്ല, കുറച്ചപ്പത്തേക്ക് ഇത് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോഴത്തേക്ക് ഞാൻ കറിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടോ. ചോറ് തിളയ്ക്കുന്നുണ്ട്, പയറുപ്പേരിയായി, ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, കുഴപ്പമില്ല, അങ്ങനെ വലിയ ബോറൊന്നായിട്ടില്ല. ഈ ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഭയങ്കര സിമ്പിളാട്ടോ, ഉള്ളി അങ്ങനത്തെ ഒന്നും വേണ്ട. അപ്പം ഇതിൻ്റെ റെസിപ്പി എന്ന് പറയാൻ ചെറിയൊരു ഷോർട്സ് ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ചിക്കൻ കറീൻ്റെ പരിപാടിയൊക്കെ റെഡി ആയി കേട്ടോ. ഇത് എന്താ പറയുക, ഉള്ളിയൊന്നും വേണ്ടാത്തൊരു പ്രത്യേക റെസിപ്പി കേട്ടോ, ഭയങ്കര ടേസ്റ്റിയാണ്, ഈസിയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ നേരത്തെ കാണിച്ച വെജിറ്റബിൾസും കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക, ഭയങ്കര ഈസി അല്ലേ. എന്നാൽ നിങ്ങളുടെ ഷോർട്സ് ഒന്ന് പോയി കണ്ടോളിട്ടോ, ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോഴത്തേക്ക് റൈസായി, കൂടെ കുറച്ച് ഗ്രേപ്സും കൂടെ കഴുകിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടോ. കുക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതാ ഇത്ര പാത്രമാട്ടോ കഴുകാനുള്ളത്. അപ്പോൾ അതൊന്ന് കഴുകി വെച്ചതിന് ശേഷം ഞാൻ കുറച്ച് നേരം പോയിട്ടൊന്ന് കിടന്നിട്ടോ. കിടന്നൊരു 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഓഫീസിൽ വന്നു ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ചിക്കൻ കറിയും പയറുപ്പേരിയും തൈരൊക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചിട്ടോ. ഇന്നലത്തെ ആ സാധനം കൊണ്ടുവരുമ്പോൾ ഞാൻ ഫ്രീസറിലാണ് വെച്ചല്ലേ, ഞാൻ എന്നിട്ട് അത് ഫ്രിഡ്ജിലേക്ക് വെച്ച്. ഇത് ഞങ്ങൾ നല്ല ചീസ് കേക്ക് എന്ന് കണ്ടിട്ട് വാങ്ങിയതാണ്, പക്ഷേ ഓറിയോ ചീസ് കേക്ക് എന്നിട്ടോ. ചീസ് കേക്കിൻ്റെ ടേസ്റ്റ് ഒന്നും ഇല്ല, പക്ഷേ കുഴപ്പമില്ല, കൂടുതലായിട്ടും മറ്റേ ക്രീമിൻ്റെ ടേസ്റ്റ് ഉള്ളത് അല്ലാതെ
ചീസിൻ്റെത് അങ്ങനെയല്ല കേട്ടോ, കിട്ടുന്നില്ലേ. ഇത്ര നേരം വയ്ക്കുക. ഉച്ചക്കത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം ഉറങ്ങിപ്പോയിട്ടോ. അതിൻ്റെ ഗദ്ഗതാട്ടങ്ങൾ കേൾക്കുന്നത്. അപ്പോഴത്തേക്ക് കാക്കും എന്താ പറയുക, ഓഫീസിൽ നിന്ന് വരികയൊക്കെ ചെയ്തു. വന്നിട്ട് എന്തെങ്കിലും ഒരു സ്നാക്സോ കേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചായ കൂട്ടാനൊന്ന് വാങ്ങാൻ വിചാരിച്ചിട്ട് പൊന്നെ പുറത്തേക്ക് പോയത്. അപ്പോൾ ചായ ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട്. വല്ലാത്തൊരു ദിവസമായി. ഇന്ന് പാസ്ത ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പം കുറച്ച് ബോൺലെസ് സ്റ്റിക്ക് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതെടുത്തിട്ടൊന്ന് റെഡിയാക്കാം. ഫ്രീസറിന് പുറത്തേക്കാം. ചായപ്പൊടിയൊക്കെ തിളച്ചു. അപ്പോൾ കുറച്ച് പാലങ്ങോട്ട് വയ്ക്കാം. കൂടിയോ? അപ്പോൾ 2 ഗ്ലാസ് ചായ മതി. ഇനി ഒന്ന് തിളക്കട്ടെ. അപ്പോഴത്തേക്ക് പലഹാരം വാങ്ങാമെന്ന് പറഞ്ഞു പോയ ആളെത്തുമായിരിക്കും. ചായക്കടി വാങ്ങാൻ പോയ ആളെത്തും എന്നുള്ള പ്രതീക്ഷയിൽ നമുക്ക് വെയിറ്റ് ചെയ്യാം. ലിഫ്റ്റിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ട്. അപ്പം മിക്കവാറും ശരിയാണ്. തുറന്നോളൂ. എന്താ വാങ്ങിയത്? എന്താ കോഫി പൗഡറോ? കേക്ക് വാങ്ങിയോ? കേക്കാണ്. ചോക്ലേറ്റ് കേക്ക്, രണ്ടും ചോക്ലേറ്റ് കേക്ക്. മൈ ഗോഡ്, ജസ്റ്റ് മിസ്. ഞാനിത് മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാല് വെച്ചത് അടിച്ചായ ആക്കിയതാണ്. അടിച്ചായ ആയിരുന്നല്ല, എന്തെങ്കിലുമൊക്കെ ഒരു ചായ ആയിരുന്നു. ഇപ്പോൾ ഏതായാലും ബെസ്റ്റ്. നീ എടുത്തോ. അങ്ങനെ ആ കേക്കൊക്കെ കൂട്ടി ചായ കുടിച്ചിട്ട് നല്ല അടിപൊളിയായിട്ട്. ഞങ്ങളിവിടെ വല്ലപ്പോഴും മാത്രമാണ് കേട്ടോ ചായ ഉണ്ടാക്കാറുള്ളത്. ഡിന്നർ അപ്പം ഞങ്ങൾ വിചാരിച്ചത് ചിക്കൻ പാസ്ത ഉണ്ടാക്കാം കേട്ടോ, വൈറ്റ് സോസ്. അപ്പോൾ അതിന് വേണ്ടി ചിക്കനൊക്കെ കട്ട് ചെയ്ത് വെച്ചാണ്. അതുമാത്രമല്ല, എനിക്ക് ഷോർട്സിനേക്ക് വേണ്ടിയിട്ട് റെസിപ്പി ഷൂട്ട് ചെയ്യാനുണ്ട്. മേ ബി ഈ വ്ളോഗ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുമ്പ് തന്നെ ചിലപ്പം ഷോർട്സിൽ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും അത് പോയി കാണണം. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ പാസ്ത ഒക്കെ ഏകദേശം വെന്ത് റെഡി ആയിട്ട്. പാസ്ത ഈ ഒരു വേവാകുമ്പോൾ അത് ഡ്രെയിൻ ചെയ്ത് വെക്കണം കേട്ടോ. പാസ്തൻ്റെ പാക്കറ്റിന് മുകളിൽ അതിൻ്റെ കുക്കിംഗ് ടൈം ഉണ്ടാവും. അഥവാ നമ്മൾ വേറെ പാത്രത്തിലേക്കൊക്കെ ഇട്ട് വെച്ച് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നോക്കിയാൽ മതി കേട്ടോ. അങ്ങനെ ബ്രേക്ക് ആവാത്തൊരു രീതിയിൽ കിട്ടുകയാണെങ്കിൽ അതാട്ടോ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ളൊരു കുക്കിങ്. അങ്ങനെ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂടോടെ പോയിട്ട് കഴിക്കട്ടെ. കുറച്ച് മതി. കുറേ ഇട്ടു. നീ തിന്ന് തരുമോ? ചിക്കൻ വരുന്നില്ല. അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ്, ഷോർട്സിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. എന്തായാലും കയറി കണ്ടു നോക്കണേ. അങ്ങനെ ബാക്കിയാവെന്ന് വിചാരിച്ച് ഞങ്ങൾ പാത്രം ഫുള്ള് കാലിയാക്കി ഇരിപ്പാണ്. കളി കഴിയാനായോ? ആര്? അഫ്ഗാനിസ്ഥാൻ്റെ ഏകദേശം എന്താണ് അഫ്ഗാനിസ്ഥാനോ? അങ്ങനെ ക്രിക്കറ്റിൻ്റെ കാര്യം തീരുമാനമായതിനു ശേഷം വീണ്ടും അടുക്കളയിലേക്ക് വന്നു. അങ്ങനെ ബോയിൽ ചെയ്ത കുറച്ച് പാസ്ത ബാക്കിയുണ്ടായിരുന്നു. അതൊക്കെ ഒരു കണ്ടെയ്നറിലേക്കാക്കി ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചു. ഇത്രയും പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട്. ഇത്ര പാത്രം അടങ്ങി കഴുകാനുള്ള ഞാനിങ്ങനെ ആദ്യം റെഡിയാക്കിയെല്ലാം വെക്കുന്നതുകൊണ്ട്. ഇതിൻ്റെ പാത്രം കഴുകുന്ന മെഷീനാണ്. രാത്രിത്തെ റെസിപ്പി ഷൂട്ട് ചെയ്ത കാരണം അത്ര പാത്രം അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാവാറില്ല. അതിനുശേഷം ഈ ഗ്യാസ് സ്റ്റൗവൊക്കെ ഞാനോട്ട് ക്ലീൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചധികം എന്താ പറയുക അഴുക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാത്രി തന്നെ ഫുള്ളായിട്ട് നല്ലോണം വാഷ് ചെയ്ത് വെച്ചു. അപ്പോൾ രാവിലെ കാണുമ്പോൾ നമുക്കൊരു സമാധാനമായിരിക്കുമല്ലോ.
അങ്ങനെ ഈ ക്ലീനിങ്ങോടുകൂടി ഇന്നത്തെ കിച്ചണത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നാളെ ആരും പേടിക്കേണ്ട, കഴുകിയ പാത്രം ഉണങ്ങാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. അപ്പോഴാണ് വീടൊന്ന് ക്ലീൻ ആക്കാൻ വിചാരിച്ചത്. ശരിക്കും രാത്രി ക്ലീൻ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയലുണ്ട്. ഞാൻ രാത്രി ക്ലീനൊന്നും ചെയ്യാറില്ല കേട്ടോ. പക്ഷേ ഇന്ന് രാവിലെ ഇങ്ങനെ ഉറങ്ങിപ്പോയത് കാരണം ഇന്നായിരുന്നു ഞാൻ ക്ലീൻ ചെയ്യേണ്ട ദിവസം. കുറച്ച് ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ നാളത്തേക്ക് ഇതിപ്പോൾ ഇന്ന് ചെയ്തിട്ടില്ലെങ്കിൽ നാളത്തെ പല കാര്യങ്ങളും പെൻഡിങ് ആയിപ്പോവും. ഡീപ്പായിട്ട് എന്ന് പറയുമ്പോൾ ഡീപ്പായിട്ട് അടിച്ച് വരാൻ മാത്രം കേട്ടോ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തന്നെ കുറേ പണി കഴിഞ്ഞിട്ടും. പിന്നെ ഈ ക്രിസാൻ്റെ പറഞ്ഞാൽ ഞങ്ങൾ നൈബർ എന്നിട്ട് നൈബർ പറഞ്ഞാൽ സെയിം അപ്പാർട്ട്മെൻറ്റിലാണ്. ആൾ ഇവിടുത്തെ ആർമി ഓഫീസറാണ്. ഒരു ദിവസം ലിഫ്റ്റ് കയറാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചായപ്പം ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോന്ന് തന്നു കേട്ടോ. അപ്പോൾ ഞാൻ എടുത്ത് വെച്ചു. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടൊരു ഐസ്ക്രീം സാൻഡ്വിച്ച് ഉണ്ടല്ലോ, അത് ട്രൈ ചെയ്യാൻ വിചാരിച്ച് ഞാൻ മാറ്റി വെച്ചതാണ്. ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ സംഗതി അട്ടർ ഫ്ലോപ്പായി, എനിക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ആക്ച്വലി ഇത് ടേബിൾമ ക്ലിപ്പ് ചെയ്യുന്ന സംഭവം. ഞാൻ വിചാരിച്ചു എനിക്ക് നല്ല ഈസി ആയിട്ട് റാക്കിലൊക്കെ നല്ല ക്ലിപ്പ് ചെയ്യാൻ പറ്റുന്നുള്ളതിൽ. പ്ലസ് റിംഗ് ലൈറ്റുമാണ്, വലിയ വിലയൊന്നുമില്ല. വലിയ വില എന്ന് പറഞ്ഞാൽ 2500, നാട്ടിലൊരു 500 രൂപ ഒക്കെ ഉണ്ട് കേട്ടോ. 500 രൂപേൻ്റെ കുറച്ച് മുകളിലേക്ക്. പക്ഷെ ഇത് മാറ്റി കൊടുക്കണം, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ റെഡി ആവുന്നില്ല. സംഭവം മനസ്സിലായാൽ മറ്റേ എന്താ പറയുക, സ്ട്രീമിങ്ങിനൊക്കെ പറ്റിയൊരു സംഭവം ഇതിനത്. അപ്പോൾ ഞാനത് നല്ലോണം ഫ്ലെക്സിബിൾ ആവുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ എല്ലാ സ്ഥലത്തേക്കും നല്ലോണം വളച്ചൊക്കെ വെക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ച് വാങ്ങിയതായിരുന്നു. അട്ടർ ഫ്ലോപ്പായി. എൻ്റെ ഓവർ കോൺഫിഡൻസ് കാരണം പറ്റിയതാണ്. ഉത്തരവാദി ഞാൻ തന്നെയാണ്. ഇനി ക്ലീനിങ് ആണ്. ക്ലീനിങ് അടിച്ചിങ്ങനെ വരാനുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ ഒഴിവാക്കാണ്ട് ഇങ്ങനെ എടുത്ത് വെച്ചതാണ്. എന്തെങ്കിലും ഒരു ആർട്ട് വർക്ക് ചെയ്യാനോ ചെടിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മറ്റേതാണ് കേട്ടോ. പൊട്ടുന്ന ഗ്ലാസ്സാണ്, അപ്പം അങ്ങനെ എടുത്ത് വെച്ചതാണ്. പിന്നെ ഇതൊക്കെ ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തതാണ്. ഇത് ചെടിയൊക്കെ പോയി. ഞാൻ നാട്ടിൽ പോയി വന്നപ്പോഴത്തേക്ക് തീരുമാനമായതാണ് ഇതൊക്കെ കേട്ടോ. ഇൻഷാ അല്ലാഹ് വാങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഫ്രണ്ട്സ്, അങ്ങനെ അടിച്ച് വാരി കിച്ചൺ എത്താനായിട്ടോ. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ അടിക്കലും തുടക്കലൊന്നും ഇല്ല. അടിക്കലും തുടക്കലൊക്കെ ഉണ്ട്, പക്ഷേ ഒന്ന് മൊത്തത്തിൽ ഉള്ളിൽ നിന്നൊക്കെ ക്ലീനാക്കി വന്നപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക, പൊടി കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ കാണാണ്ട് എന്താ പറയുക, ഉള്ളിലേക്ക് പോയ ബോട്ടിലുകൾ, കട്ടിൻ്റെ ഉള്ളിലേക്ക് മറ്റേ എന്താ കബോർഡിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയ സംഭവങ്ങളാണ് ഇതിൽ മുക്കാ ഭാഗമുള്ളത്. താങ്ക് യു. അപ്പോൾ കാക്ക ജ്യൂസ് വാങ്ങാൻ വേണ്ടി പോയതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വീട്ടിലടിച്ച് കുടിച്ചുകൂടെയാണ്. ഞങ്ങൾ മിക്സി കേടായിപ്പോയി. ഇപ്പം മിക്സി കേടായത് കാരണം ഇപ്പോൾ കുറേ ജ്യൂസൊക്കെ അടിച്ചിട്ട്. അപ്പോൾ പൊമഗ്രനേറ്റിൻ്റെ ജ്യൂസാട്ടോ വാങ്ങിയത്, തീരെ ഷുഗർ ഇല്ലാതെ, അതിൻ്റെ സ്വീറ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതാണ് ഏതൊരു ഫ്രീ ആയിട്ട് എന്തോ കൊടുത്തിട്ടുണ്ടോ. പാൻ കേക്ക്, ചെറിയ കുഞ്ഞ് പാൻ കേക്കില്ലേ. താങ്ക് യു ഫോർ ദ ഫ്രീ. ഇത് നമ്മൾ ഇനാഗ്രേഷൻ പോയപ്പോൾ ഒരു ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് സംഭവം. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാക്കി അടിച്ച് വരാം. തീരെ മടിയില്ലാത്ത ആളാണ് ഞാനെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പം കൈയൊക്കെ കഴിയുന്നു. ഇത് കഴിച്ചോട്ടെ. ടേസ്റ്റ് ഉണ്ടോക്കോ പാൻ കേക്ക്. ജ്യൂസും രസമുണ്ട്. തീരെ ഷുഗർ ഇട്ടിട്ടില്ല ഒരു. ഷുഗർ ഇല്ലെങ്കിൽ രസമുണ്ട്. ഷുഗർ ഇല്ലാത്ത നല്ലത്, അതിൻ്റെ മധുരം മാത്രമേ ഉള്ളൂ. ഒക്കെ ചെരിച്ചു കൊണ്ടുവന്നിട്ട് അതിൻ്റെ സോസൊക്കെ നോക്കാം അവിടെ. ഇത് ഞങ്ങൾ ഔട്ട് സൈഡാണ് കേട്ടോ. ഇത് എന്താ പറയുക, വാഷിംഗ് മെഷീൻ, മറ്റേ സിലിണ്ടറൊക്കെ വെക്കുന്ന ഡ്രസ്സ് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അകത്തത്ര പൊടിയാണെങ്കിൽ ഈ വിൻഡോൻ്റെ ഉള്ളിൽ കൂടെ അവിടെ വരുന്ന പൊടിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇരിക്കുമല്ലോ. ഞാൻ ഇതൊക്കെ കളിയാൻ
എല്ലാം അവനെ വൃത്തിപ്പെടുത്തില്ലാണ്ട് എടുക്കുക. ഞാൻ ആ ചൂലും അതുപോലെ തന്നെ വേസ്റ്റ് വരുന്നതും കഴുകി വെക്കുന്നുണ്ട്, എന്നെ കളിയാക്കിയിട്ട് പോകണം കേട്ടോ. പ്ലാസ്റ്റിക് ചൂലല്ലേ, കഴുകി വെച്ച് കേടൊന്നായി പോകില്ലല്ലോ. അത് മാത്രമല്ല അതിന്മേലുള്ള പൊടികളൊക്കെ നല്ല നീറ്റായിട്ട് പോകും ചെയ്യും. പിന്നെ നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ നല്ലോണം ഡ്രൈ ആയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ മൊത്തത്തിൽ ക്ലീൻ ചെയ്യുമ്പോൾ പണിയാവും കേട്ടോ. അങ്ങനെ കുറച്ച് നേരം വൃത്തിയാക്കിയത് ഇങ്ങനെ നോക്കി പോകുമ്പോൾ ഭയങ്കര ഒരു സാറ്റിസ്ഫിക്കേഷൻ അല്ലേ. അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിന്നു കേട്ടോ. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഫ്രഷ് ആവണം, അതുപോലെ കിടക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കാണിച്ചു കൊടുക്കട്ടെ കാക്കോ, വെറുതെ പിന്നെ ആൾക്കാരല്ലാതെ വേറെ എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ? നമ്മൾ അങ്ങനത്തെ വീടിയാണ്, നമ്മളെ കാണിക്കൂല. നമ്മൾ പ്രത്യേക തരം ജീവികളായിട്ട് നമ്മൾ കാണിക്കത്തില്ല. ബൈ ഇനി ഫ്രഷ് ആയിട്ട് കിടക്കാം. അങ്ങനെ വീരവാദമൊക്കെ പറഞ്ഞ് ഞാൻ കിടക്കാൻ വേണ്ടി പോയി. പക്ഷെ എനിക്ക് ഉറക്കം വന്നില്ല കേട്ടോ. അങ്ങനെ ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും എണീറ്റു. അപ്പോൾ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ചിത്രം വരയ്ക്കാനൊക്കെ മൂടി. ഇങ്ങനെ അതുപോലത്തെ വട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? രാത്രി ഭയങ്കര സൈലൻ്റ് ആകുന്ന സമയത്ത് ഇങ്ങനത്തെ ഒരു പണിക്കൊക്കെ ഇറങ്ങുന്ന ആളുകൾ. അപ്പോൾ ഞാൻ ചെറുതായിട്ട് 2 ക്യാൻവാസ് ഇവിടെ ഉണ്ടായിരുന്നു. അത് ഞാൻ കുറേ ഒരു ബൊഹോ ആർട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. ബൊഹോ പെയിൻറ്റിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒതൻറ്റിക് കളറിലല്ല കേട്ടോ, അല്ലാതെ ഒരു പേസ്റ്റൽ ഷെയ്ഡിൽ ഞങ്ങളുടെ റൂമിലേക്ക് വെക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു പേസ്റ്റൽ ഷെയ്ഡിലാട്ടോ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കളർ മിക്സിംഗ് ഒക്കെയാണ്. പേസ്റ്റൽ ഷെയ്ഡ് ഇപ്പോൾ അവൈലബിൾ ആണ്, അല്ലാതുള്ള ആൾക്കാർക്ക് ഇങ്ങനെ വൈറ്റിൽ മിക്സ് ചെയ്താൽ നല്ല അടിപൊളി കളർ കിട്ടും കേട്ടോ. പിന്നെന്താണ്, ഇത് അങ്ങനെ സ്പീഡിലിട്ട് ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ ഭയങ്കര ലാഗാണിത്. ഇങ്ങനെ ഒരുപാട് സമയം എടുത്ത് അങ്ങനെ മെല്ലനെ ചെയ്യുന്നതാണ്. പിന്നെന്താ, അത് മാത്രമല്ല ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഇത് വരയ്ക്കുന്നതിൻ്റെ ചെറിയ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. വരച്ച് കഴിഞ്ഞ് ഇനി പ്രത്യേകിച്ചൊന്നുമില്ല. വരച്ചതൊന്നും എന്താ പറയുക, അത് വാളിലൊന്ന് സ്റ്റിക്ക് ചെയ്യണം, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 2 ബോട്ടിലിന് പെയിൻറ്റ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് അടിക്കുന്നതൊന്ന് എടുക്കാൻ പറഞ്ഞു. അത് ഞാൻ ഷോർട്സിലേക്ക് ഇങ്ങനെ എന്താ പറയുക വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഈ ലോങ് വീഡിയോയും ഷോർട്ട് വീഡിയോ എടുക്കുമ്പോൾ രണ്ട് രീതിയിലാണല്ലോ നമ്മൾ ഫോൺ വെക്കുക. അങ്ങനെ എന്താണ് ഇതിപ്പം വാൾ സ്റ്റിക്ക് ചെയ്യാൻ വേണ്ടി പോകട്ടെ. ഞാൻ അന്നത്തെ പരിപാടി അവസാനിപ്പിച്ചു ഗൈസ്. ഇതൊക്കെ വളത്തിലിടണം, ക്ലീനാക്കാനൊന്ന് വയ്യ. നിങ്ങൾക്ക് ഞാൻ ടൈം കാണിച്ചില്ല കേട്ടോ, ഇപ്പോൾ എത്ര സമയമായി എന്നുള്ളത്. എനിക്ക് ഒരുപാട് എന്തോ ചെയ്തിട്ടാണെന്ന്. അങ്ങനെയല്ല കേട്ടോ, ഞാൻ കുറച്ച് നേരം വരയ്ക്കും, അതിൻ്റെ കുറച്ച് നേരം കളർ ചെയ്യും, പിന്നെ കുറേ നടന്ന് കളിക്കും, പിന്നെ കുറച്ച് ഫോൺ നോക്കും, അങ്ങനെ കേട്ടോ. അതാണ് ഇത്ര ഡിലേ. അല്ലാതെ വലിയ കുറേ കാര്യമായിട്ടുള്ള സംഭവം ഒന്നും വരയ്ക്കാനില്ലല്ലോ, ജസ്റ്റ് എല്ലാ ബിഗിനേഴ്സിനും വരെ വരയ്ക്കാൻ പറ്റിയ സംഭവമാണിത്. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് എടുക്കാൻ വേണ്ടി പോയപ്പോഴാണ് ഞാൻ 2 ബോട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾക്ക് കാണിച്ചിട്ടില്ല എന്നുള്ളത് ഓർമ്മ. ഇപ്പോൾ പിന്നെ രണ്ടാമത് കിച്ചണിൽ പോയി അതിൻ്റെ വീഡിയോ എടുക്കാൻ കേട്ടോ. അപ്പം ഇതാണ് ഞാൻ ചെയ്തത്, അതിൻ്റെ ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഒന്ന് ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. ഇനി വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.